ഇന്നപ്പത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ ഡിപ്രഷനായിട്ട് കുറേ ദിവസമായി ഒരു ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ ഡോക്ടറുടെ അടുത്തേക്ക്. അപ്പോൾ എനിക്കെന്താ അറിയില്ല, രാത്രി ഉറക്കം വരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് നെറ്റിയാണല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിനിങ്ങനെ അലർട്ടായിട്ടോ. അപ്പോൾ ഞാൻ പരപ്പനങ്ങാടിയിലെ എൻ്റെ എന്താ പറയില്ലേ, ഇപ്പം ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഒക്കെയാണല്ലോ താരം. ഇപ്പം നമ്മൾ ആളുകളുടെ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മളെ അടുത്തുള്ള ബന്ധുക്കളുടെ നിന്ന് ഒന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടല്ലോ. നല്ലൊരു ഡോക്ടർ, ഒരു വ്യക്തിനൊക്കെ നമുക്ക് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയില്ലേ ജനങ്ങളെ നമ്മൾ ജനങ്ങളെ എന്താ പറയുക, നല്ലൊരു അഭിപ്രായങ്ങൾ, കോമൺ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കണം. അപ്പോൾ പിന്നെ ഇതാരാന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് കേട്ടോ. ഇവരെ ഒരു നവാസ് എന്ന പേര് പരപ്പനങ്ങാടി മറ്റേ ഒറ്റപ്പാലത്തുള്ളതാണ്. പരപ്പനങ്ങാടി ഒറ്റപ്പാല അങ്ങനെ എന്തോന്ന് സ്ഥലം പറഞ്ഞത് അവിടെ ഉള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോയെന്ന് അറിയൂല. പക്ഷെ മൂപ്പരെ ഈ ഒരു പാടൊക്കെ കഴിഞ്ഞാണ്ടെത്താണ്ട് ഒരു ഉള്ളോട്ട് മെയിൻ റോഡ് പരപ്പനങ്ങാടി ഒറ്റപ്പാല അവിടെ എത്തിയിട്ട് ഒരു ഉള്ളോട്ടുള്ള റോഡുണ്ട് മൂപ്പരെ സ്ഥലത്തോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ, ഏരിയസൊക്കെ കാണാനും മൂപ്പരെ സ്ഥലത്തോട്ട് പോകണേ. അവിടെ നല്ല പാടം, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പുറത്തുള്ള ഒരു എന്താ ഫീൽ എന്ന് വെച്ചാൽ കുറേ ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ ഏരിയാസുകളൊക്കെ പോകില്ല, അടുത്തടുത്ത് നല്ല അടിപൊളി വീടുകളൊക്കെ ഉള്ള നമ്മൾ ഒരു എന്താ പറയുക എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരു റോഡും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൂപ്പര വീട്. പക്ഷെ ബാക്കിയൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ, അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഇവിടെ ഒരു കാക്കാനോട് ചോദിക്കണം ബീച്ചിലോട്ടുള്ള വഴി ഇതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ട് ഒരു നട്ടുച്ച നേരെ ഇരിക്കണം മൂപ്പരെ കണ്ടിട്ട്. പിന്നെ ഇത് ഇമ്മയും പിന്നെ ആങ്ങളി ഉണ്ടാവും. ഒരു പിന്നെ ഭയങ്കര കട്ട സ്നേഹമാണ്, പണ്ട് മുതലേ പിന്നെ അങ്ങനെ തന്നെയാണ് ഒരു തമ്മിൽ. ഇമ്മക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ മോനേ ഉള്ളൂ, അതിൻ്റേതായ ഒരു എന്താ പറയുക തോമ്പിച്ചലാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ എന്താ ഉമ്മ ഒരുവിധം ഒരു സ്ഥലത്തോട്ടൊന്നും പോയിട്ടില്ല പാവണേ. അപ്പോൾ ഫസ്റ്റ് ഇമ്മ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും കഴിക്കണതും പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതേപോലെ എൻജോയ്മെൻറ്റ് ചെയ്ത് കാണുന്നതൊക്കെ. പിന്നെ നമ്മൾ കടലിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരി എന്ന് പറയും. പിന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മൈൻഡൊക്കെ കൂടുതൽ കൂളാവാനും റിക്കവർ ആവാനൊക്കെ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് കടലമ്മൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മളെ ഒരുവിധം ടെൻഷന് വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതാ ഞാൻ സത്യത്തിൽ ഈ ഒരു ഡോക്ടറെ അടുത്ത് 3 സിറ്റിങ്ങേ ഉള്ളൂ കേട്ടോ. മെഡിസിനും കാര്യങ്ങളൊന്നും മൂപ്പര് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഉള്ള കൊടിഞ്ഞിയുള്ളൊരു ഡോക്ടറെ കാണിച്ച് ഒരാഴ്ച പോലെ കാണിച്ചു. പക്ഷേ മൂപ്പരുടെ അടുത്ത് മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ, മെഡിസിനിലൂടെയാണ് മൂപ്പര് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. പക്ഷേ അത് എനിക്ക് നമ്മളെ ബോഡിയിൽ എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ തടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം റൂട്ട് മാറ്റി പിടിച്ചു. തടി പിടുത്തം വിട്ടാൽ പിന്നെ നമുക്ക് കുറച്ചെടുക്കാൻ പാടി എനിക്കേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുത്ത റൂട്ട് മാറ്റി. പിന്നെ ഇവിടെ ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക, മെഡിസിനൊന്നും ഇല്ലാതെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് അറിഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഡോക്ടറെ കാണാൻ പോയതും. 2 സിറ്റിങ്ങിലൂടെ നമ്മളെ മൈൻഡ് റെഡിയാക്കണമെങ്കിൽ പിന്നെ ഏത് ഡോക്ടറും വേണ്ട, നമ്മൾ തന്നെ വിചാരിക്കണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ എന്നാലും നമുക്കൊരു മോട്ടിവേറ്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പോയത്. എന്നാലും അൽഹംദുലില്ല മരുന്നില്ലെങ്കിൽ പോലും അൽഹംദുലില്ല നമുക്ക് ഈ മൈൻഡിന് പ്രശ്നം വന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ പറയുക, മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ നന്നായിട്ട് രാവിലെ എന്നോട് ആ ഡോക്ടർ പറഞ്ഞത് അതാണ്, മെഡിറ്റേഷൻ ചെയ്യണം. രാവിലെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷന് കരുത്ത് കൊടുക്കണം മനസ്സിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ എപ്പോഴും ചെയ്യലുണ്ടാന്ന് ചോദിച്ചാൽ ചെയ്യലുണ്ട് കേട്ടോ. എപ്പോഴും രാവിലെ നീച്ച പാടൊന്നും ചെയ്യലില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമുള്ളൊരു പേഴ്സണാണ്. പോസിറ്റീവ് ചിന്തിക്കാത്ത നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മെഡിറ്റേഷൻ കൂട്ടിയത്. മെഡിറ്റേഷൻ കൂട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് തോട്ട്സുകൾ കൂടും. അപ്പോൾ നെഗറ്റീവിനെ നമുക്ക് അവിടെ തള്ളി മാറ്റാൻ പറ്റും. നെഗറ്റീവിനെ ഓവർകം ചെയ്ത് പോസിറ്റീവുകൾ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും. അതാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണം കേട്ടോ. അപ്പോൾ ഞങ്ങളതിലിങ്ങനെ എഴുതാൻ കേട്ടോ. അപ്പോൾ മോളൊക്കെ അതിൽ എഴുതുന്നുണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ പിന്നെ സ്വാഭാവികമല്ല, നമ്മൾ കടലിൽ പോയാൽ വെള്ളത്തിലിങ്ങനെ കടലമ്മ എന്ന് എഴുതണതും അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതണതും പിന്നെ എഴുതിയത് നമ്മൾ കടലമ്മ വന്ന് വെള്ളം കൊണ്ട് അത് മായ്ച്ച് കളയണതും അതൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, പണ്ട് മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമില്ലേ. അപ്പോൾ കടൽ കാണാൻ പോകണമല്ലോ, ആരും ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കൂല. അതുപോലെ അത് തന്നെ മേൽക്കൂര ഉണ്ടാക്കുന്നതും വീടുണ്ടാക്കുന്നതും
പോയിട്ട് മേൽക്കൂരിയും വീടും ഉണ്ടാക്കിക്കണതും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത് കണ്ടാണ് ഈ കടലമ്മാന്ന് ഞാനുണ്ടത് എഴുതണത് കടലമ്മാന്ന്. അങ്ങനെ പിന്നെ എന്താണ് മൂക്ക് കാണിച്ചു കൊടുക്കുന്നത് കടലമ്മാന്ന് എഴുതി കണ്ടത്. ഇപ്പോൾ അമ്മ വന്ന് കണ്ട് കൊണ്ടുപോകും കടലമ്മ എന്നിട്ട് എഴുതിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല നട്ടിച്ച സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഇമ്മാൻ്റെ അടുത്ത മോളാക്കിയിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ കണ്ടിരുന്നു. കുറച്ചിങ്ങനെ നല്ല തിരമൊന്നുമില്ല കേട്ടോ അന്നേരം പോയപ്പോൾ. പിന്നെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല തിര ഉണ്ടാവും. പക്ഷെ നല്ലൊരു വെയിലാണെങ്കിൽ പോലും ഒരു ഇളം ഒരു കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതന്നെ നല്ലൊരു എന്താ പറയുക മനസ്സിലിങ്ങനെ കൊള്ളണൊരു സുഖമുള്ളൊരു കാറ്റുണ്ടായിരുന്നു. അത് നമുക്ക് കടലമ്മനെ എന്തൊക്കെയാണ് കടൽ കാണാൻ പോയാൽ തന്നെ നമുക്ക് ആ കാറ്റ് കിട്ടുമല്ലോ അക്കരെ നിൽക്കുമ്പോൾ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് നിറച്ച് വൃത്തികേടായി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മ്യൂസിക് ഇട്ടാണ് ചെയ്തത്. പക്ഷെ മ്യൂസിക് ഇട്ടപ്പോൾ എന്താ കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ടാണ് പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ കുട്ടികൾ ഓരോ കോപ്പറങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ കടലിൻ്റെ അടുത്ത് നിന്നിട്ട്. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഭാഗത്ത് പോയി. ആ ഭാഗത്താണ് കേട്ടോ കുട്ടികൾ നീന്തണതും വെള്ളം കുറവും പിന്നെ അതുപോലെ മീൻ പിടിക്കണതൊക്കെ ആ ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഇവിടേക്ക് എഴുതി വെച്ചോണം ഓരോരുത്തർ കണ്ടില്ലേ, ഇവിടേക്ക് എഴുതി വെച്ചത്. അങ്ങനെ പിന്നെ അതാ ഓരോരുത്തർ കുടിക്കുന്നുണ്ട് കേട്ടോ കടലിൽ ഈ ഉപ്പ് വെള്ളത്തിലൊക്കെ കുളിച്ചാന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത്. പിന്നെ ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഫോട്ടോഗ്രാഫറാണ്. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മാനേജബിൾ രണ്ടെണ്ണം പിന്നെ എന്താ പറയുക തോളത്ത് കൈയൊക്കെ ഇട്ടാണ് നടക്കുള്ളൂ. പണ്ടേ വരെ അങ്ങനെ എന്താ ചെയ്യുക അങ്ങനെ. പിന്നെ മദർ പിന്നെ സൺ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രത്തോളമാണ് കേട്ടോ ഇങ്ങനെ ആവേണ്ടത് സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് തോണിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന ഭാഗത്ത് വന്നില്ല. പിന്നെ ഈ കാക്ക മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. കാക്ക ചേട്ടൻ എന്താ പിടിക്കാമെന്ന് എനിക്ക് അറിയൂല. നമുക്ക് ഫിഷർമാൻ എന്ന് പറയാം. ഫിഷർമാനെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാക്കേ ചേട്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഫിഷ് പിടിക്കണ ആളോ ഫിഷർമാൻ എന്നല്ല പറയാം. അപ്പോൾ നമ്മൾ ഫിഷർമാൻ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് കാണിച്ചു കൊടുത്ത കേട്ടോ. മോളോട് പറഞ്ഞ ഇങ്ങോട്ടൊക്കെ കാക്ക മീൻ പിടിക്കണത്. പക്ഷേ അതിലൊന്നുമില്ല. ഇവരെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കലാകും, അതുപോലെ തന്നെ ആ വില കഴുകലാകും. അങ്ങനെയൊക്കെയാണ് ഇവരെ ഉദ്ദേശം കേട്ടോ. ഈ മീൻ പിടിക്കണവരെ അങ്ങനെ അയാൾ ഇങ്ങനെ സ്ലോലി കൊണ്ടുപോകും. മീൻ പിടിക്കുമ്പോൾ നമ്മൾ നല്ല ഹാർഡായിട്ട് വലിക്കൂലേ, പക്ഷെ പൊള്ളിയൂലേ. പക്ഷേ മൂപ്പര് നല്ല സ്ലോലി ആയിട്ട് മീൻ പിടിക്കണമല്ലോ കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ള് എന്താ പറയുക മൂപ്പരിങ്ങനെ തട്ടി വെക്കണം, കുടഞ്ഞു വെക്കണം മീനുകൾ ഉണ്ടോ വെച്ചിട്ട്. പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ, ഒറ്റൊരു മീനും ഇല്ലായിരുന്നു. അല്ല കുറച്ചൊക്കെ മീനുകളുണ്ട് കേട്ടോ ഇതിൽ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒറ്റൊരു മീനും ഇല്ലായിരുന്നു എന്നാണ്. പിന്നെ ഇതിൽ കുറച്ച് മീനുകളൊക്കെ പെടണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന് മീൻ കുറച്ചുണ്ട്. അപ്പോൾ സംഭവം അതല്ല, മൂപ്പര് പറഞ്ഞു വല കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ക്ലോസാണ്, അവിടെ ആരും കാണാനില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ പറയലേ കുറച്ചുള്ളൂ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ആരും ഇതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയത്ത് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ആംബിയൻസ് ഉള്ള ഫുഡിൻ്റെ ആംബിയൻസ് പറഞ്ഞാൽ എവിടെ പോയാലും പിന്നെ ബീച്ചിൽ അതുപോലെ ചെറിയ കോമൺ പാർക്കിൽ ചിൽഡ്രൻ പാർക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ ഈ ഉപ്പിലിട്ടത് ഐസ്ക്രീം ഇതൊക്കെയല്ലേ അവിടുത്തെ ഫുഡ് ആംബിയൻസ്. ബാക്കിയൊക്കെ പിന്നല്ലേ, ബാക്കിയൊക്കെ ഹൈവേ ഒക്കെ പിന്നെ ഇതൊക്കെ ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ഇവിടുന്ന് ഞാൻ ഡേയ്സ് വാങ്ങിയിട്ടാണ്. ഡേയ്സാണ് കേട്ടോ അയാൾ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നത് ഐസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മിക്സഡ് മതിയെന്ന്. ഓരൊക്കെ വേറെന്തോ സെയിം ഒറ്റുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്, ഒറ്റ ഒരു ഇതുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ മിക്സറായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അയാളിങ്ങനെ അതിലോട്ട് ചൊരൻ്റെ ഐസൊക്കെ അതിലോട്ട് ഇട്ടിട്ടാ. പിന്നെ അയാളിങ്ങനെ അതിലോട്ടിങ്ങനെ ഒഴിച്ച് അതിനെ മൊഞ്ചാക്കണം കാണണം. അതാണ് അതിൻ്റെ ചൊരണ്ടേസിനെ ഭംഗി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ 3 ഗ്ലാസ് കിട്ടും. മൂക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഒക്കെ ചൊരണ്ടേസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും കടലിൽ പോകുമ്പോൾ നമ്മൾ ചൊരണ്ടേസ് അതുപോലെ ഉപ്പിലിട്ടത് അതൊക്കെയാണല്ലോ അവിടുത്തെ ഫുഡ് ആയിട്ടുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളത്. ആരായാലും ടേസ്റ്റ് ചെയ്ത് പോകുമല്ലോ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ. അപ്പോൾ എനിക്ക് ഇതിൽ കണ്ടാണ് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു വെള്ളം ഒഴിച്ചിട്ടാണ് രണ്ടിലും. പിന്നെ എന്താണ് ഒരു സുർക്കൻ്റെ വെള്ളം ഒഴിച്ചു. അങ്ങനെ എന്തൊക്കെയോ വെള്ളങ്ങൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് അവനിട്ടത് എന്താണ് ഈ ഒരു 2 പാത്രത്തിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഒന്നിൽ പരിപ്പാണ്, ഒന്നിൽ നമ്മളെ ബീറ്റ്റൂട്ട്. അപ്പോൾ ആ ബീറ്റ്റൂട്ടും ഇട്ടു, പിന്നെ പരിപ്പിട്ടു, പിന്നെ അണ്ടിക്ക് ഇട്ടിട്ടു ആ ബീറ്റ്റൂട്ടും പരിപ്പും. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്തൊക്കെയോ സ്പെഷ്യലുകൾ ഇട്ട് മഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാധാ നോർമലിൻ്റെക്ക്
അതേ സ്പെഷ്യലിലേക്ക് ഇല്ലാത്തതൊന്നും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത്, അങ്ങനെ പിന്നെ എന്താണ് ഈ രണ്ടും അടച്ച് വെച്ച് പിന്നെ വൃത്തി ഇല്ലാത്ത സ്ഥലത്തുനിന്നാണെങ്കിൽ ഞാനിങ്ങനെ ഒന്നും കഴിക്കൂല കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും ഞാൻ കഴിക്കൂല. പക്ഷെ ഇത് കുഴപ്പമില്ല, വൃത്തി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ കഴിക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഇതിൽ ക്യാരറ്റും ബീട്രൂട്ടും വീണ്ടും ഇട്ടു കേട്ടോ. പിന്നെ വീണ്ടും ക്യാരറ്റ് ഇട്ടു. അങ്ങനെ കളർഫുള്ളായിട്ട് വെജിറ്റബിൾ മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി കസ്കസ് കിട്ടും. അങ്ങനെ പിന്നെന്താ നല്ല രസമുണ്ടായിരുന്നു. എന്താണ് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഇട്ടായി. ഇവിടെ ഒരാൾ ഭയങ്കര മാങ്ങ തീറ്റാണ്, ഭയങ്കരമായിട്ട് തിന്നുന്നുണ്ട് മാങ്ങ ഇട്ട. പിന്നെ അതിന് ശേഷം അത് അടക്കാപ്പയാണ് കേട്ടോ. പിന്നെ ഇവിടെ പൈനാപ്പിൾ വേണം, മാങ്ങ വേണം, അടക്കാപ്പയും വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ ഓരോ കുപ്പിയിലും കൈയിട്ട് വാരുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പൈനാപ്പിൾ എടുത്ത് കൊടുത്തിട്ട് ഓൾക്ക് വേണ്ടാറ് വെച്ചിട്ടുണ്ട്. ഓൾക്ക് ഈ ഉപ്പിലിട്ടത് മധുരത്തിനോട് വലിയ ക്രേസി പേഴ്സൺ അല്ല ഓള് ഈ ഉപ്പിലിട്ടത് അങ്ങനെ ഈ പുളിയുള്ള ഐറ്റംസിനോട് ഉണ്ടാവും ഓളെ തൂക്കം. അങ്ങനെ പിന്നെന്താ, അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ വണ്ടി തിരിച്ചു, ഞങ്ങൾ പോവാണ്, നേരെ വീട്ടിലേക്ക് പോകണ്ട. അങ്ങനെ ഇനി ഞങ്ങൾ വീട്ടിലെത്താനാകുമ്പോഴത്തേന് കുറേ ടൈമാവും. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഞങ്ങൾ ബൈക്കിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ബൈക്കിൽ നിന്ന് കയറിയിട്ടോ. ബൈക്കിൽ നിന്ന് കയറിയ ശേഷം പിന്നെ ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ കുറേ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പിലിട്ടതും രാവിലെ ഫുഡ് കഴിച്ചത്, കുറച്ച് ഉപ്പിലിട്ടതും അതേപോലെ ഒരു ചോക്ലേറ്റ്സും കിട്ടിയ വയറ്റിക്കൊന്നും ആവില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 10-15 മിനിറ്റ് വെയിറ്റിന് ശേഷം നമ്മൾ ഐറ്റം കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മോൾക്ക് റോസ്റ്റ് വേണ്ട, മോൾക്ക് എന്താ ബർഗർ മതിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ റോസ്റ്റും മയോണൈസ് ഞങ്ങൾ റോസ്റ്റായിട്ട് ഓർഡർ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ അത് കഴിച്ച് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റോസ്റ്റിന് നല്ല പൊളിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ കയറിയത് കേട്ടോ. ഇതെവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ക്രിസ്പി റോസ്റ്റുമായിട്ട് കയറിയത്. അങ്ങനെ പിന്നെ മോളെ ബർഗർ നിങ്ങൾ കണ്ടോളൂ. ഇതാണ് മോളെ ബർഗർ, സ്പെഷ്യലാണ് അവള് എല്ലാത്തിലും.